നീ എവിടെ ശകലോഴി? മനുഷ്യൻ ഇവിടെ പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ തനിക്ക് എന്താ വേണ്ടത്? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അഖിലൻ ആർഡിയുടെ വൈഫ് ഒളിച്ചോടി പോയി എന്നുള്ളതാണ്. എന്തൊക്കെയാ മാതച്ചായി പറയണത്? കേട്ടപ്പം വിശ്വസിക്കാൻ പറ്റിയില്ല, പക്ഷെ സംഭവം ശരിയാണ്. എവിടെയുണ്ടാ കാമത്തവളയോ? പിന്നെ CCTV ഫുട്ടേജ് വരെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇവള് രാത്രി ഇറങ്ങി പോകുന്നതിന്റെ. എന്റെ കർത്താവേ, എന്നാൽ ഇതെന്നാ പറ്റിയേ? കഴപ്പ്. നാളെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് അപ്പനുള്ള ചായ തിളപ്പിച്ച് വെച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും. സുനിയായിട്ട് ഒറ്റപ്പാലത്ത് പോയി രജിസ്റ്റർ ചെയ്യാനാ പരിപാടി. ഈ അവഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാടി. നാട് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും. നീ എന്താ ഈ കുട്ടിയായിട്ട് ഇവിടെ? ഞങ്ങൾ ഒളിച്ചോടി വന്നവരെ. ഇന്നിവിടെ താമസിച്ച് നല്ലൊരു ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് നാളെ കല്യാണം. ഇവളെയാണോ നീ? അതെ, പിരിയാൻ കഴിയാത്ത വണ്ണം ഞങ്ങൾ അടുത്തു പോയി, അല്ലേ മേളൂ? എടാ, ഒന്നും കൂടി ആലോചിച്ചിട്ട്. ഞാൻ മലം മുട്ടി നിൽക്കുന്ന ആനയാണ്, എനിക്ക് അവളെ കെട്ടിയേ പറ്റൂ. എനിക്ക് കെട്ടാൻ മുട്ടിയിരിക്കാണ്, എന്നെ തടയരുത്. ഇവളെ കാണാതായപ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഇവർ കംപ്ലൈന്റ് ചെയ്തു, മിസ്സിംഗ് കേസ്. അങ്ങനെ പോലീസുകാരാണ് വന്ന് ഈ ഒരു CCTV ഫുട്ടേജ് എടുക്കുന്നത്. അങ്ങനെ പോലീസുകാർ ഈ ഒരു സംഭവം നോക്കാൻ വേണ്ടി എടുത്ത സമയത്താണ് മനസ്സിലായത് ഇവള് വേറൊരുത്തന്റെ കൂടെ ഇറങ്ങി പോകുന്നത് കാണുന്നത്. അത് ഒളിച്ചോട്ടമാണെന്ന് മനസ്സിലായി. കഷ്ടായി പോയി, വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു, ഇവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. ഞാൻ അറിഞ്ഞത് പോലീസുകാർ പലതവണയും ഇവരെടുത്ത് ചോദിച്ചു, അഖില എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, എന്താ നിന്റെ പ്രശ്നം? ഇവൾക്ക് ഒരു രീതിയിലും മറുപടി പറയുന്നില്ല. പോയി ചത്തുടടാ. പോലീസ് പിന്നെയും ചോദിച്ചു, ഇപ്പം ഇറങ്ങിപ്പോയേക്കുന്നവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടായി പോകത്തതേ ഉള്ളൂ, അഖിലിന്റെ കൂടെ തിരിച്ചു പോകാൻ. ഇവള് കേട്ടില്ല. ഇവിടെ മറുപടി, എനിക്ക് അഖിലിനെ വേണ്ട, എനിക്ക് ഇവന്റെ കൂടെ പോയാൽ മതി എന്നുള്ളതായിരുന്നു. എടേ, വേലി ചാടിയ പശു കോലോണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്, നീ ഓർമ്മയിൽ വെച്ചോ. ഒന്ന് ആലോചിക്കണം, 3 കൊല്ലം പ്രേമിച്ചവരാണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. അറേഞ്ച്ഡ് മാരേജ് ആണ്. ആ ഒരു മാരേജിൽ തൃപ്തരല്ലായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അവന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലൊരു തുലയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി, തന്തയില്ലായ്മ. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ഇവൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെ എല്ലാം ഈ പെണ്ണിനെ കൂട്ടി പോകാറുണ്ട്. ഈ ഒളിച്ചോടുന്നതിന്റെ തലേന്ന് വരെ ഇവളെ കൊണ്ടുപോയി 10,000-8,000 രൂപയ്ക്ക് ഡ്രസ്സ് മേടിച്ച് കൊടുത്തിട്ടാണ് വീട്ടിൽ വരുന്നത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അങ്ങനെ സന്തോഷത്തോടെ കളിച്ച് ഇരിച്ച് ആഹാരം കഴിച്ച് കിടന്ന അവളാണ് ഈ പരിപാടി കാണിച്ചത്. വിശ്വസിക്കരുതടാ, ലോകത്തോരെ പെണ്ണിനെ വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവള് മാറി നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. പിന്നെ ഇവള് പ്രേമിച്ചിറങ്ങിപ്പോയ ബസ് കണ്ടക്ടർ, അവനെ പറ്റി രണ്ട് വാക്ക് പറയണം. അവന്റെ ഇരട്ടപ്പേര് തന്നെ പൂവാലൻ എന്നാ. ഇത് നമ്മുടെ പെണ്ണ് സുനിയല്ലേ? 10-39 വയസ്സുണ്ടെന്നാണ് അറിഞ്ഞത്. ഇതാണ് അവന്റെ ഫോട്ടോ. ഇവന്റെ കൂടെയാണ് ഇവള് ഒളിച്ചോടി പോയത്. വെറും 3 മാസത്തെ പരിചയം. അടിപൊളി. കുണ്ടിതപ്പെടേണ്ട ചേച്ചി, എന്റെ ചേച്ചി.